ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാടുമാറ്റ സൂചന നൽകുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിഷയത്തിൽ CPM നിലപാട് മാറുമോ എന്നുള്ള ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് MV ഗോവിന്ദന്റെ മറുപടി. പാർട്ടി നിലപാട് പറയേണ്ടപ്പോൾ പറയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പല രീതിയിലും പ്രതീക്ഷിക്കാം. ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണ് കോടതി പറയാം. അത്രയേ ഉള്ളൂ. അത് പറയാൻ പറ്റില്ലല്ലോ. അത് എന്തായാലും അപ്പുറമല്ലേ പറയാൻ പറ്റും. അങ്ങനെ മുൻകൂട്ടി പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനാണോ ഗവൺമെന്റ് അല്ലേ അത് കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയിലല്ലേ പറയാ. അതിനു മുമ്പ് ഞാനെങ്ങനെയാ ആ കാര്യം ഇവിടെ പറയാ? വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയും വേണം. രണ്ടും രണ്ടല്ലേ. കോടതി പറഞ്ഞ നിലപാടാണെന്ന് കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കോടതി വരട്ടെ. അത് സർക്കാർ പറഞ്ഞോളുന്നു. നിങ്ങളെന്തിനാ വേവലപ്പെടുത്തുന്നു? ഗോകുൽ VS വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, നേരത്തെ KC വേണുഗോപാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാർ സത്യവാങ്മൂലം തിരുത്താതൊന്നിരിക്കട്ടെ, അപ്പോൾ കാണാമല്ലോ എന്നുള്ളൊരു പ്രതികരണമായിരുന്നു. ഇപ്പോൾ മാറാത്തതായി ഒന്നുമില്ലല്ലോ എന്നുള്ള പ്രതികരണമൊക്കെ MV ഗോവിന്ദൻ നടത്തുമ്പോൾ ശബരിമല യുവതീ പ്രവേശനത്തിൽ അത് അവകാശത്തിന്റെ ഭാഗമാണ് യുവതികളുടെ പ്രവേശനം എന്നൊക്കെയുള്ള നിലപാട് എടുത്ത സുപ്രീം കോടതി വിധിയെന്തോ അത് അനുകൂലിച്ചുള്ള നിലപാടെടുത്തിട്ടുള്ള CPM സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തിരുത്തുമെന്നാണോ കരുതേണ്ടത്? അതായത് ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു കൃത്യമായ മറുപടി പറയാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല. ഗവൺമെന്റ് അല്ലേ പറയേണ്ടത്, ഞങ്ങളല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഒരു അഴകുഴമ്പൻ മറുപടിയാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. പിന്നീട് അവസാനം ഈ പ്രസ് മീറ്റിന്റെ അവസാനം വീണ്ടും അതെടുത്ത് ചോദിച്ചപ്പോഴാണ് മാറാത്തതായി ഒന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നത്. വിശ്വാസികളെയും കൂട്ടിച്ചേർക്കണം, ഭരണഘടനയുടെ മൂല്യങ്ങളും സംരക്ഷിക്കണം, അങ്ങനെയുള്ള പല മറുപടികളുമായി അദ്ദേഹം മാറി മാറി പറയുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അവസാന ഭാഗങ്ങളിൽ അത് വ്യക്തമാക്കുന്നത് ഒരു നിലപാട് മാറ്റ സൂചന തന്നെയാണ്. മാറാത്തതൊന്നുമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത് ഏത് രീതിയിലാണ്? സർക്കാരിന്റെ നിലപാട് മാറ്റുകയാണോ? ഇനി സർക്കാർ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുമോ? അതിലെന്തായിരിക്കും പറയുക? യുവതി പ്രവേശനത്തെ അനുകൂലിക്കുമോ, എതിർക്കുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളോടൊക്കെ തന്നെ അദ്ദേഹം പ്രതികരിച്ചത് മാറാത്തതായി ഒന്നുമില്ലല്ലോ എന്നുള്ളതാണ്. സർക്കാർ നിലപാടാണോ മാറുക, അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതെല്ലാം തന്നെ ഇനി ആ നിലപാട് വരുമ്പോൾ സർക്കാർ കോടതിയെ സമർപ്പിക്കുമ്പോഴേ അറിയാൻ കഴിയും. ഏതായാലും ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ കൃത്യമായൊരു മറുപടി പറഞ്ഞില്ലെങ്കിലും പിന്നീട് ഒരു നിലപാട് മാറ്റ സൂചന നൽകിയാണ് MV ഗോവിന്ദൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. ഇതിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട് തുറന്നു പറയാനൊരു മടി ഈ പ്രസ് മീറ്റിൽ നമ്മൾ മുഴുവനായി തന്നെ കണ്ടതുമാണ്. ഗോകുൽ, മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ശബരിമലയിലേക്ക് യുവതീ പ്രവേശനം അനുവദിക്കുന്ന സമയത്ത്, വിധി വരുന്ന സമയത്ത് തന്നെ പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ ഇങ്ങനെ അഴകുഴമ്പനോ ഒന്നും ആയിരുന്നില്ല. ആദ്യം തന്നെ പ്രതികരണം കൃത്യവും വ്യക്തവുമായിരുന്ന ഒരു പ്രതികരണം CPM-നുണ്ടായിരുന്നു, സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായതൊക്കെ വലിയ കോളിളക്കങ്ങളാണ് സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടുള്ള സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള വലിയ കോളിളക്കങ്ങളാണ്. സർക്കാരൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം, ഐക്യകേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കണ്ടുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ തിരുത്താൻ സർക്കാർ തയ്യാറാകുന്നു എന്ന് വേണം. അങ്ങനെ ഒരു ധാരണയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട് അല്ലേ? ഒരുപക്ഷെ അങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം ശബരിമല വിഷയത്തിൽ തൊട്ടപ്പോഴൊക്കെ തന്നെ സർക്കാരിന് പൊള്ളിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യുവതീ പ്രവേശനം ഉണ്ടായതിനു ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്, പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്, സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ്, തിരഞ്ഞെടുപ്പ് കൂടി നമ്മൾ കണ്ടതാണ്. ആ തിരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തിരിച്ചടി എത്രമാത്രം വലുതാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. CPM-ഉം ഇത് കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളൊരു പ്രതികരണം മാത്രമേ CPM-ന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്ന് തന്നെ കരുതണം. കാരണം അതിനപ്പുറത്തേക്കൊരു പ്രതികരണത്തിലേക്ക് കടക്കാൻ CPM-ന് നിലവിൽ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ കോടതി ഈ വിഷയം പരിഗണനയിലേക്ക് എടുക്കുന്ന എപ്പോഴാണ്? അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെ എങ്ങനെ കഴിഞ്ഞ തവണ എടുത്തതുപോലെ ശക്തമായ നിലപാട് CPM-ന് എടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രധാന പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ആളുകൾ ഇതിനെ എങ്ങനെ സമീപിക്കും, വിശ്വാസികൾ ഏത് രീതിയിൽ പ്രതികരിക്കും തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു പ്രതികരണം മാത്രമേ MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടു എന്നാണ് ഈ വിഷയം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മാത്രം ഒരു തീരുമാനത്തിലേക്ക് ഇടതുപക്ഷത്തിന് എത്താൻ സാധിക്കുമോ എന്നുള്ളത് കൂടിയാണ്. പിന്നെ എവിടെയാണ് ഇടതു നയങ്ങളും ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയിട്ടുള്ള ആദർശവും ഒക്കെ എവിടെ എത്തി നിൽക്കുമെന്നുള്ള ചോദ്യമൊക്കെ അവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. ഗോകുലാണ് വിവരങ്ങൾ നൽകി.